പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളും സമർത്ഥമായി ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും ആത്മാവിന്റെ പുത്തൻ അഭിഷേകം കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങ് ചേർത്ത് പിടിക്കണമേ. കരുണ വർഷിക്കണമേ. കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ. 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 പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാന്റെ സന്നിധിയില് മധ്യസ്ഥയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യേശുവേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. 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 നമ്മൾ കഴിഞ്ഞ 2 ബുധനാഴ്ചകളിൽ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിച്ചിട്ട് വിശുദ്ധ ബലി അർപ്പിച്ചപ്പോൾ എന്തെങ്കിലും പ്രത്യേക അനുഭവം ഉണ്ടായോ? നന്നായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയോ? പറ്റി. അപ്പം കഴിഞ്ഞ 2 ആഴ്ചയും ഞാൻ പറഞ്ഞിരുന്നത് വിശുദ്ധ കുർബാനയുടെ ആമുഖ ഭാഗമാണ്. 7 ഘട്ടങ്ങളുണ്ടെന്നും അതിലെ പ്രധാനമായിട്ട് നമ്മൾ പങ്കുവെച്ചത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ പങ്കുവെച്ചത് 7 ഘട്ടങ്ങളിലെ ആദ്യത്തെ തലം ആമുഖ ഭാഗം, അതാണ് പങ്കുവെച്ചത്. അത് 2 പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ അതെല്ലാം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ആദ്യമായിട്ട് വന്നവരും കാണും, കഴിഞ്ഞ 2 ആഴ്ച വരാതെ ഇന്ന് വന്നവരും കാണും. സാരമില്ല, എല്ലാം പഠിപ്പിക്കാൻ കഴിവുള്ളവനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആരാണത്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്നവരും ആദ്യത്തെ ഭാഗം കേൾക്കാത്തവർക്കും വേണ്ടത് തരാനായിട്ട് പരിശുദ്ധാത്മാവിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വിശുദ്ധ കുർബാനയുടെ 2ാമത്തെ ഘട്ടം, 2ാമത്തെ തലം, അതാണ് വചന ശുശ്രൂഷ. ആമുഖഭാഗം കഴിഞ്ഞിട്ടും അനാഫറയ്ക്ക് ഇടയ്ക്കുമുള്ള മേഖലയാണ് വചന ശുശ്രൂഷ. അപ്പോൾ ഈ വചന ശുശ്രൂഷയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ശബ്ദമുയർത്തി പാടിടുവിൻ. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? പാടിയിട്ടുണ്ടോ? ഉണ്ട്. അതായത് വചനം ശ്രവിക്കാൻ പോകുന്നതിൻ്റെ വലിയ സന്തോഷത്തോടെ പാടുന്ന പാട്ടാണ് ശബ്ദമുയർത്തി പാടിടുവിൻ. സർവരും ഒന്നായി പാടിടുവിൻ. കുറച്ച് പേരോട് പാടാതിരിക്കാൻ പറയുന്നില്ല, പതുക്കെ പാടാൻ പറയുന്നില്ല. പിന്നെ എങ്ങനെ പാടാനാണ് പറയുന്നത്? ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ അനുഭവിക്കുന്ന സന്തോഷം ആണ് അവിടെ നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്. ഉത്തിതനായ ഈശോയുടെ കൂടെ നടന്നു വചനം ശ്രവിച്ച ശിഷ്യന്മാർക്ക് എന്തുണ്ടായി? എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ പറയുന്ന വചനം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് വചനം പറയുന്നത്? അവരുടെ ഹൃദയം ജ്വലിച്ചു. അപ്പം നമുക്ക് ഈ വചന ശുശ്രൂഷ, ഈ വചനവേദി, ഈ വേമ, ഇതിന് പറയുന്നത് എന്താണ്? വചനവേദി. വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി, വചന ശുശ്രൂഷ വരെ വൈദികർ നിന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്, വചനം പങ്കുവെക്കുന്ന സ്ഥലമാണ് ഈ വചനവേദി. അപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ നിന്ന് വചനം മുറിച്ച് നൽകുമ്പോൾ ആ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് വചനമാകുന്ന അപ്പം ഭക്ഷിച്ച് വയറ് നിറച്ച് ഹൃദയം ജ്വലിപ്പിച്ചിട്ട് വേണം അപ്പത്തിൻ്റെ മേശയായ ഈ അൾത്താരയിലേക്ക് നമ്മൾ വരാനായിട്ട്. ഇവിടെയാണ് അനാഫറയുടെ ശുശ്രൂഷകളൊക്കെ നടക്കുന്നത്. അപ്പം വചനത്തിന് വിശുദ്ധ കുർബാനയിൽ വലിയ പ്രാധാന്യമുണ്ട്. ദിവ്യകാരുണ്യത്തിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള ശുശ്രൂഷയാണ് വചന ശുശ്രൂഷ. കാരണം എന്താണ്? ഇവിടെ നോക്കിയേ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി.
തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചെല്ലാം പറയുമ്പോൾ ഈശോ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 6:29, യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. എന്താ ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി? ഈശോ പറയുകയാണ്, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ബൈബിൾ കയ്യിലുള്ളവർ 6:29 മുതലെടുക്കുക. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് ഈശോ പറയുകയാണ്, എന്താ പറയുന്നത്? ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് അയച്ചവനിൽ വിശ്വസിക്കുക. ഈ അയച്ചവൻ ആരാണ്? ഈശോ. ഈശോ എങ്ങനെയാ? ഈശോ വചനം മാംസമായതാണ് ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം മാംസം. ഈശോ ദൈവം സർവശക്തൻ്റെ വാക്കുകളാലാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതേ വാക്കാണ് മാംസം ധരിച്ചത്, ഈശോയായി. ഈശോ മാംസം ധരിച്ചു. ഈശോ ഒരു വ്യക്തിയായി. ഹല്ലേലൂയ. ആ ഈശോ പറയുകയാണ്, വചനം മാംസം ധരിച്ച് മാംസമായ ഈശോ വ്യക്തിയായി. ഈശോ പറയുകയാണ്, ഈശോയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. ഈശോ പറയുന്നത് എന്താണ്? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. അപ്പം ഈ മാംസം അപ്പമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളൊന്ന് ഓർത്തേക്ക്, നമ്മളൊക്കെ ഉണ്ടായപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നോ? നമ്മളെങ്ങനെ ഇത്രയും ആയത്? നമ്മളുണ്ടായപ്പോൾ കുഞ്ഞതായിരുന്നു, കരട് പോലെ ഇച്ചിരി ഉള്ളായിരുന്നു. പിന്നെ നമ്മുടെ കൈയും കാലും തലയും എല്ലാം വളർന്ന് ഈ രൂപത്തിലും ഭാവത്തിലും ആയത് എപ്പോഴാണ്? നമ്മൾ തിന്ന അപ്പമാണ്, അല്ലേ? നമ്മൾ തിന്നപ്പം മാംസമാണോ തിന്നത്? അല്ല, നമ്മൾ തിന്നത് കപ്പയും ചക്കയും ചപ്പാത്തിയും പൊറോട്ടയൊക്കെയാണ് തിന്നത്. പക്ഷേ അതെന്തായി രൂപാന്തരപ്പെട്ടു? നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതെന്തായി രൂപാന്തരപ്പെട്ടു? അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാംസമായി അത് രൂപാന്തരപ്പെടുകയാണ്. ഈ തിന്ന ഭക്ഷണമൊക്കെ നമ്മുടെ മാംസത്തിൻ്റെ ഭാഗമായി എങ്ങനെ രൂപാന്തരപ്പെട്ടു? ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് വല്ല യുക്തിയുണ്ടോ അതിനകത്ത് പറയാനായിട്ട്? ഒന്നുമില്ല. എന്നാൽ ഇതുപോലെ ഈ അപ്പം നമ്മൾ ഭക്ഷിക്കുന്നത്, നമ്മൾ കാണുന്നത് ഒരപ്പമാണ്. പക്ഷേ എന്താ ഈ അപ്പം? എന്താണ്? ഈശോയാണ് ഈ അപ്പം. അപ്പം ഈ അപ്പം സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച വിശ്വാസമില്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് യാതൊരു വിലയുമില്ല, യാതൊരു അർത്ഥവുമില്ല. ഇത് കണ്ടോ, ഇവിടെ ശിഷ്യന്മാരോട് ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് ഈശോയുടെ അടുത്ത് വന്നവരോട് ഈശോ സംസാരിക്കുമ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അവർ പറയുന്നത്? അവരുടെ ഇടയിൽ, യഹൂദരുടെ ഇടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. പിന്നെ അവരെന്താണ് പറയുന്നത്? ഈ വചനം കഠിനമാണ്, ഇത് ശ്രമിക്കാൻ ആർക്ക് കഴിയും? എന്നിട്ട് അവർ പിറുപിറുക്കാൻ തുടങ്ങി. അവർക്കൊന്നും മനസ്സിലായില്ല. അവരുടെ ഇടയിൽ ഇടർച്ചയുണ്ടായി. കണ്ടോ? അപ്പം ഈശോയുടെ വചനത്തിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ അപ്പം ഈശോയുടെ ശരീരമാണ്, ഈ വീഞ്ഞ് ഈശോയുടെ രക്തമാണ്. ഈ ശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈശോ എന്ന വ്യക്തിയെയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്, ഈശോ എന്ന വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? വചനമാണ്, വചനത്തിലുള്ള വിശ്വാസമാണ്. കർത്താവ് ദൈവം പറഞ്ഞാൽ പറഞ്ഞതാണ്, അല്ലേ? അപ്പം വചനത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം വചനത്തിൽ ഇവർക്ക് അവിടെ കണ്ടോ, ഈശോ പറഞ്ഞ വാക്കുകളിലാണ് ഇവർ ഇടറുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, ജീവൻ്റെ അപ്പമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർ യേശുവിൽ ഇടറുക. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, നിനക്ക് എന്തടയാളം കാണിക്കാൻ സാധിക്കും? തിരുവചനം ചോദിക്കുന്നുണ്ട്, പിതാവാണ് സ്വർഗത്തിൽ. ഉണ്ടോ? ഇവർ ചോദിക്കുവാണ്. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? അപ്പോൾ എന്താണ് നീ പ്രവർത്തിക്കുക? നീ സത്യദൈവമാണെന്ന്
ജീവൻ്റെ അപ്പമാണെന്ന്, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാം. പക്ഷെ നിനക്ക് എന്ത് അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കും? എന്ത് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് നിനക്ക് സാധിക്കും? അപ്പോൾ ഈശോ പറയുകയാണ്, അവിടുന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല അവർക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് എത്ര. അപ്പോൾ ഇവർ പറയുകയാണ്, ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെ നടന്നപ്പോൾ ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചായിരുന്നു. ആ അത്ഭുതം എന്തായിരുന്നു? അവർക്ക് മന്ന കൊടുത്തു. അവർ വിശന്നും ദാഹിച്ചും കഴിയുമ്പോൾ പാറ പിളർന്ന് വെള്ളം കൊടുത്തു, മന്ന ഭക്ഷിച്ച് അവരുടെ വിശപ്പടക്കി. അങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുതം നിനക്ക് കാണിക്കാനായിട്ട് സാധിക്കുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഈശോ പറയുന്ന മറുപടി ഇതാണ്, അന്ന് അവർക്ക് അപ്പം കൊടുത്തത്, മന്ന കൊടുത്തത് മോശയല്ല. മോശയാണ് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, മോശയാണ് ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മന്ന കൊടുത്തത്, അപ്പം കൊടുത്ത് അവരുടെ വിശപ്പടക്കിയത്, വെള്ളം കൊടുത്ത് അവരുടെ ദാഹം ശമിപ്പിച്ചത് മോശയല്ല. പിന്നെ ആരാ കൊടുത്തതെന്നാണ് പറയുന്നത്? ദൈവമാണ് കൊടുത്തത്. ആ ദൈവം പുതിയ നിയമ ജനതയ്ക്ക്, ഇസ്രായേൽ ജനതയ്ക്ക് കൊടുക്കുന്ന മന്ന ആരാണെന്നാണ് പറയുന്നത്? ആ മന്ന ആരാ? ഈശോയാകുന്ന മന്നയാണ്. അപ്പം എന്തെങ്കിലും ഒരു അത്ഭുതം നിനക്ക് കാണിക്കാമോ, എന്തെങ്കിലും ഒരു അടയാളം കാണിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഈശോ തന്നെയാണ് ഈ അടയാളം, ഈശോ തന്നെയാണ് ഈ അത്ഭുതം. ഈശോ ആകുന്ന ആ അപ്പം മാംസമാകുന്നു, ആ മാംസം ഈശോ തന്നെയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ യാതൊരു അർത്ഥവും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങളിത് കുടിക്കുവിൻ എന്ന് പറയുമ്പോൾ ഈശോയുടെ രക്തമാണ് ഞാൻ പാനം ചെയ്യുന്നത്, ഈശോയുടെ ശരീരമാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഈശോയുടെ ഈ ശരീരവും രക്തവും സ്വീകരിക്കുന്നത് വഴിയും ഭക്ഷിക്കുന്നത് വഴിയും എനിക്ക് നിത്യജീവൻ ലഭിക്കുന്നു. ഇത് നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ വചനങ്ങളിലുള്ള നമ്മുടെ വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഈ വചന ശുശ്രൂഷയ്ക്ക് എന്ത് പ്രാധാന്യമുണ്ട്? വചന ശുശ്രൂഷയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. വചനം കേട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അത് ഭക്ഷിച്ച് കഴിയുമ്പോഴാണ് വിശുദ്ധ കുർബാന നമുക്ക് അനുഭവമായിട്ട് മാറുന്നത് കേട്ടോ. ഉത്തിതനായ കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ നടന്നു. എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഉത്തിതനായ കർത്താവ് അവരുടെ കൂടെ നടന്നിട്ടും അത് ഉത്തിതനായ ദൈവമാണെന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ഇവർ തിരിച്ചറിയുന്നത് എപ്പോഴാണ്? അപ്പം മുറിച്ചപ്പോൾ അവർ ഈശോയെ തിരിച്ചറിഞ്ഞു, ഈശോയെ ഇവർ കണ്ടു. അന്നേരം ഇവർ പെട്ടെന്ന് ഓർക്കുകയാണ്, ഇവനാണല്ലോ നമ്മളോട് സംസാരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നടന്നത്, ഇവൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിനൊരു ജ്വലനം സംഭവിച്ചിരുന്നല്ലോ എന്നാ പറയുന്നത്. അപ്പം ഈ വചനം കേട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ടിട്ട് വിശ്വസിച്ച് നിൽക്കുമ്പോൾ മാത്രമേ വിശുദ്ധ കുർബാനയിൽ അപ്പമായി വരുന്ന ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അനുഭവം ഉണ്ടാവുകയുള്ളൂ. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? നാളെ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുക. നമുക്ക് വിശ്വാസം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ധീര സാക്ഷിയായ അപ്പസ്തോലനാണ് വിശുദ്ധ തോമാസ് ശ്ലീഹ. ആ തോമാസ് ശ്ലീഹയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എവിടെ നിൽക്കുന്നു? വിശുദ്ധ കുർബാനയിലുള്ള എൻ്റെ വിശ്വാസത്തിൽ ഞാൻ വളരുന്നുണ്ടോ? വിശുദ്ധ വചനത്തിലുള്ള വിശ്വാസത്തിൽ ഞാൻ വളരുന്നുണ്ടോ? കർത്താവ് പറയുകയാണ്, ഇവിടെ വചനത്തെ പറയുന്നുണ്ട്, എൻ്റെ വാക്ക് ആത്മാവും ജീവനുമാണ്. 6-ാം അധ്യായത്തിൽ 63-ാമത്തെ വചനമാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ജീവൻ നൽകുന്നത് ആത്മാവാണ്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എൻ്റെ വാക്കുകൾ, ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. അപ്പം ശരിക്കും വിശുദ്ധ കുർബാനയിലുള്ള ഈ ആത്മാവിൻ്റെ പ്രവർത്തനം എവിടെ മുതൽ ആരംഭിക്കുന്നു അല്ലേ? അനാഫ്ര പ്രാർത്ഥനയുടെ സമയത്ത്, അനാഫ്ര പ്രാർത്ഥനയുടെ സമയത്ത്, റുഹാഷണ പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് മാത്രമാണോ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത്? അല്ല.
ഈ ദൈവം വചനം വായന, വചന ശുശ്രൂഷയുടെ സമയം മുതലേ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരികയാണ്. കാരണം എൻ്റെ വാക്ക് ആത്മാവും ജീവനുമാണ്. അപ്പം ദൈവത്തിൻ്റെ വാക്കൊരു വ്യക്തി ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ ആ വചനം ധ്യാനിച്ച് ആ വചനം ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ട് അങ്ങ് നമ്മൾ വരുമ്പോഴത്തേക്ക് അവിടെ ആരാ നമ്മളിൽ പ്രവേശിക്കുന്നത്? പരിശുദ്ധാത്മാവാണ് നമ്മളിൽ പ്രവേശിക്കുന്നത്. അതേസമയം വചനത്തിന്, ദൈവത്തിൻ്റെ വചനത്തിന് ഒരു വിലയും കൊടുക്കാത്ത വ്യക്തികൾ വചന ശുശ്രൂഷയുടെ സമയത്ത് എവിടെയായിരിക്കും? അല്ലേ? ചിന്തിച്ചാൽ മതി. നമ്മൾ ഓരോ ദിവസവും ഓർക്കണം, നമ്മൾ വചന ശുശ്രൂഷയ്ക്ക് വലിയ വില കൽപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുർബാന കഴിയുമ്പോൾ ഓർക്കണം, നമ്മളിലേക്കൊന്ന് ചിന്തിക്കണം. ഇന്ന് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ അച്ഛൻ വായിച്ച വചനം ഏതായിരുന്നു? അച്ഛൻ അതിനകത്ത് നമുക്ക് തന്ന സന്ദേശം എന്തായിരുന്നു എന്ന്. ഞങ്ങളൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ ഒരുങ്ങുന്നതെന്നറിയാവോ? തലേ ദിവസം ഈ വിശുദ്ധ കുർബാനയുടെ വചനഭാഗം വായിക്കും. ആ വചനഭാഗം വായിച്ചിട്ട് അത് ധ്യാനിക്കും. 1 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ ഇരുന്ന് ആ വചനം ധ്യാനിക്കും. ആ വചനത്തിലൂടെ ഈശോ എന്നോട് വ്യക്തിപരമായിട്ട് എന്താണ് സംസാരിച്ചതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആണ് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്. അപ്പോൾ വചനം ശ്രമിച്ച് അന്ന് ഈശോയുടെ കൂടെ നടന്ന് വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നിങ്ങളിതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാനാണ് ഈശോ പറയുന്നത്. അപ്പോൾ അന്ന് കാൽവരിയിൽ നടന്ന ആ സംഭവം ഓർക്കുന്ന ഒരു സംഭവം അല്ല വിശുദ്ധ കുർബാന. മനസ്സിലായോ? ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഓർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുനരവതരണം എന്നാണ്. ഓർമ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചുപോയ പപ്പായെ ഓർക്കുന്നത് പോലെയോ, മരിച്ചുപോയ മാതാപിതാക്കളെ ഓർക്കുന്ന പോലെയോ, മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഓർക്കുന്ന പോലെയുള്ള ഒരു ഓർമ്മ എന്നുള്ള അർത്ഥമല്ല വിശുദ്ധ കുർബാൻ ബൈബിളിൽ ഓർമ്മ എന്ന വാക്കിനുള്ള അർത്ഥം. പിന്നെ എന്താണ്? പുനരവതരണം എന്നാണ്. എന്ന് പറയുമ്പോൾ അന്ന് കാൽവരിയിൽ നടന്ന ആ സംഭവം അതേപോലെ തന്നെ യാഥാർത്ഥ്യമാകുകയാണ്. എന്ന് പറയുമ്പോൾ അന്ന് ഈശോയുടെ കൂടെ നടന്ന് വചനം ശ്രവിച്ചവർ, അതിൻ്റെ അത്ഭുതങ്ങൾ കണ്ടവർ, അടയാളങ്ങൾ കണ്ടവർ, അവരുടെ കൂടെ നമ്മളും ചേരുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു സന്തോഷം അന്ന് ഈശോയുടെ വചനം കേൾക്കാൻ ഒരുപാട് പേര് തിങ്ങിക്കൂടിയിരുന്നു, അല്ലേ? ഈശോയുടെ വചനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഓടിക്കൂടിയിരുന്നു. ഈശോ എവിടെയുണ്ടെന്ന് കേൾക്കുന്നു അവിടെയെല്ലാം ഈശോ ഓടിക്കൂടിയിരുന്നു. അപ്പോൾ അതുപോലെ നമുക്കും ഇന്ന് ഈ കുദാശയായിട്ട് വിശുദ്ധ കുർബാന കിട്ടുമ്പോൾ നമ്മളും ഈ വചന ശുശ്രൂഷയിൽ വളരെ വിശ്വാസത്തോടെ പങ്കെടുക്കണം. വചനത്തെക്കുറിച്ച് നമുക്ക് ഇച്ചിരി അറിവ് വേണം. അഭിഷേകം കിട്ടണമെങ്കിൽ വചനം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 17:17 പറയുകയാണ്, വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ, വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് 17-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം ഈശോയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ച്, ഈശോ ഞാൻ ജീവൻ്റെ അപ്പമാണ്, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പനാണ്, ഈ അപ്പം ഭക്ഷിച്ചാലേ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്ന് ഈശോയാകുന്ന ആ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലുള്ളത്. അപ്പം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ് 17-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. ഒരു വ്യക്തി ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് വചനമായി എന്നിലേക്ക് കടന്നു വരുന്ന, അല്ലെ ഈശോയുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. ഒന്ന് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ആവസിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് വിശുദ്ധീകരണം. ആ വചനത്താൽ, നമ്മൾ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പാപബോധം കിട്ടുന്നു, തിരുത്തലുകൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നു. ഈ വചനത്തിലൂടെ ഈശോ എന്നോട് സംസാരിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്നു. നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം 1:3 ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് അടുപ്പിച്ച് നിങ്ങളോട് പറയുന്നുണ്ട്. വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? 1:3 ഈ പ്രവചന ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും പാലിക്കുന്നവരും അനുഗ്രഹിതർ. അപ്പം നമ്മൾ ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത് അച്ഛനും ലേഖനം വായിക്കുന്നവരും വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കുന്ന സമയത്ത് നമ്മളിത് ശ്രദ്ധയോടെ നിന്ന് കേൾക്കുകയാണെങ്കിൽ ഒരൊറ്റ വചനമെങ്കിലും, ഒരു സെൻറ്റൻസെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരാതിരിക്കുകയല്ല. ശരിയല്ലേ? ആണോ? നമ്മളതേ സമയം വേറെ എവിടെയെങ്കിലും ആണെങ്കിലോ അതെ, ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ അനുഭവത്തോടെ വിശുദ്ധ കുർബാന പങ്കെടുക്കാനായിട്ട് ഉള്ള ഏറ്റവും നല്ലൊരു അനുഭവം എന്താണെന്ന് അറിയാം. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ചിന്തിക്കണം. വിശുദ്ധ കുർബാനയുടെ ആമുഖ ഭാഗത്താണോ, വചന ശുശ്രൂഷയുടെ സമയമാണോ, അനാഭരയുടെ സമയമാണോ, അനുരഞ്ജന ശുശ്രൂഷയുടെ സമയമാണോ, റൂഹാഷണ പ്രാർത്ഥനയുടെ സമയമാണോ, ദൈവൈക്യ ശുശ്രൂഷയുടെ സമയമാണോ? അതാണ് ഓരോ ഘട്ടങ്ങൾ. സമാപന ശുശ്രൂഷയുടെ സമയമാണോ?
മനസ്സിലായോ? അപ്പോൾ ഓരോ ശുശ്രൂഷയെക്കുറിച്ചും നമുക്ക് നല്ല ഗ്രാഹ്യം കിട്ടിക്കഴിയുമ്പോഴാണ്, നല്ല അറിവ് കിട്ടിക്കഴിയുമ്പോഴാണ് ആ ഭാഗത്ത്, ആ വചന ശുശ്രൂഷയുടെ ഭാഗമാണെങ്കിൽ ആ ഭാഗത്ത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് വചന അഭിഷേകം തരണേ. വചനാഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വചനം ജീവിക്കാനുള്ള അഭിഷേകമാണ്. ഹല്ലേലൂയ. ആ വചനം ജീവിക്കുമ്പോഴാണ് ഞാനും വേറെ ഒരു വിശുദ്ധ കുർബാനയായി മാറുന്നത്, ഞാനും വേറെ ഒരു ദിവികാരുണ്യമായി മാറുന്നത്, ഞാനും രക്തസാക്ഷിത്വത്തിന് തയ്യാറെടുക്കുന്നത്, ഞാനും ഈശോയുള്ള സ്നേഹത്തെ പ്രതി എന്ത് ത്യാഗത്തിനും തയ്യാറാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം മനസ്സിലാകുന്നില്ലെങ്കിലുണ്ടല്ലോ, മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നില്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈ അഴിയാത്ത വിത്ത് പോലെയായിരിക്കും. ഒരു വിത്ത് അത് മണ്ണിലിട്ടാൽ അത് അഴിഞ്ഞാലേ അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. ഈ വചനം നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, ബൈബിളിൽ വചനത്തെക്കുറിച്ച് വിത്ത് വിതക്കാരൻ്റെ ഉപമയില്ലേ, അവിടെ എന്താ പറയുന്നത്? ചില വിത്തുകൾ മുള്ളുകൾക്കിടയിൽ വീണു, വേറെ ചില വിത്തുകൾ പാറപ്പുറത്ത് വീണു, വേറെ ചില വിത്തുകൾ വഴിയരികിൽ വീണു, വേറെ ചില വിത്തുകൾ വലിയ ആഴമില്ലാത്ത, മണ്ണിന് ആഴമില്ലാത്ത സ്ഥലങ്ങളിൽ വീണു. ഇത് ഒരു ഉപമയാണ്. ഇത് എന്തിനോട് ഉപമിച്ചിരിക്കുന്നത്? ഓരോ മനുഷ്യൻ്റെയും വചനം സ്വീകരിക്കാനുള്ള ആ കപ്പാസിറ്റിയാണ്. ചിലർ വചനം സ്വീകരിക്കുന്നത് ഈ വഴിയരികിൽ വീണ വിത്ത് പോലെയാണ്. അതാരെങ്കിലുമൊക്കെ ചവിട്ടിപ്പറക്കി കളയുന്നു എന്ന് പറഞ്ഞാൽ അതിന് വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല, അത് സൂക്ഷിക്കുന്നില്ല. നമുക്കറിയാം, വിത്താകാനുള്ള സാധനങ്ങൾ നമ്മൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? അത് വളരെ ഭദ്രമായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഒരു ഇഞ്ചി വിത്താണെങ്കിൽ നമ്മളത് സൂക്ഷിക്കും, അല്ലേ? അതുപോലെ ഏതും ഫലം പുറപ്പെടുവിക്കേണ്ട വിത്ത് നമ്മൾ സാധാരണ സാധനത്തിൻ്റെ കൂടെ വെക്കുകയല്ല, അത് മാറ്റിവെച്ച് അത് മുളപ്പിച്ച് അതിനുവേണ്ടി നന്നായിട്ട് മണ്ണൊരുക്കിയെടുത്ത് ആണ് നമ്മളത് ഫലദായകമാക്കി മാറ്റുന്നത്. ഇതുപോലെ എൻ്റെ ഹൃദയമാകുന്ന ആ നിലത്തേക്ക് വീഴുന്ന വിത്ത്, ആ വചനമാകുന്ന വിത്ത് എത്ര മേനി ഫലം പുറപ്പെടുവിക്കണമെന്നാണ് പറയുന്നത്? 30 മേനി മതിയോ? 60 മേനി മതിയോ? പിന്നെ എത്രയാ? 100 മേനി ഫലം പുറപ്പെടുവിക്കണം എന്ന് പറയുമ്പോൾ, ഞാൻ കേൾക്കുന്ന, ഞാൻ ഭക്ഷിക്കുന്ന, ഞാൻ ഉൾക്കൊള്ളുന്ന, ഞാൻ സ്വീകരിക്കുന്ന, വിശ്വാസത്തോടെ വചനം സ്വീകരിച്ചാൽ അത് എന്നിൽ ഫലം പുറപ്പെടുവിക്കുക. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയ്ക്കൊന്നും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയ്ക്കോ ആരാധന ശുശ്രൂഷയ്ക്കോ ദൈവ വചന ശുശ്രൂഷയ്ക്കോ ഒന്നും ഒരു പ്രാധാന്യം ഉണ്ടാകുകയില്ല. എന്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ. ഹല്ലേലൂയ. നോക്കിയേ, ബൈബിളിൽ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നിടത്തെല്ലാം, ഈശോ അടയാളങ്ങൾ കാണിക്കുന്നിടത്തെല്ലാം ഈശോ പറയുന്നത് എന്താ? ഈശോയെ അന്വേഷിച്ചു വരുന്ന ജനത്തോട് പറയുന്നത് എന്താ? നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. നീ പൊയ്ക്കോ എന്ന് പറയുന്നു, നീ പൊക്കോ എന്ന് ഈശോ പറയുന്നുള്ളൂ. പക്ഷേ പോകുന്ന വഴി അത്ഭവം നടക്കുന്നു, അല്ലേ? പോകുന്ന വഴി അത്ഭവം നടക്കുന്നു. അപ്പം പൊക്കോ എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ വാക്കിൽ വിശ്വസിക്കുക. ഈശോയുടെ വാക്ക് അത് വിശ്വസിക്കുമ്പോഴാണ് സത്യത്തിൽ അത്ഭുതങ്ങൾ നമ്മൾ കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ വിശുദ്ധ വചനവേദിയുടെ മുമ്പിൽ, അൾത്താരയുടെ മുമ്പിൽ ബലിയർപ്പകരായി കടന്നു വരുമ്പോൾ ആ ബലി അർപ്പണത്തിലൂടെ വിശുദ്ധ കുർബാന എന്ന മഹാ അത്ഭുതം, നമ്മൾ വെച്ച ഗോതമ്പപ്പവും മുന്തിരിച്ചാറും ഇതെൻ്റെ ശരീരമാകുന്നു എന്നുള്ള കുദാശ വചനങ്ങൾ വൈദികൻ ഉച്ചരിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയാൽ അവിടെ വിശുദ്ധ കുർബാനയായി മാറുന്നുണ്ടെങ്കിൽ, ഈശോയുടെ ശരീരമായി രക്തമായി മാറുന്നുണ്ടെങ്കിൽ, അവിടെ ഒരു അത്ഭുതം നടക്കുന്ന സമയത്ത് ഈ വചനത്തിൽ വിശ്വസിച്ച് കാത്തു നിൽക്കുന്ന എൻ്റെ ജീവിതത്തിലും ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരാൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത് എന്തിനാണ്? വിശുദ്ധ കുർബാനയ്ക്കാണ്. വിശുദ്ധ കുർബാനയ്ക്കാണ്. നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ആത്മീയ ജീവിതമാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളാണ് ഈ വിശുദ്ധ കുർബാനയിലുള്ളത്. വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ. വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അത് ഈശോയുടെ മനുഷ്യാവതാരം വിശ്വാസത്തിൻ്റെ രഹസ്യമാണ്, അല്ലേ? ഈശോയുടെ പരസ്യ ജീവിതം വിശ്വാസത്തിൻ്റെ രഹസ്യമാണ്. ഈശോയുടെ പീഡാസഹനം വിശ്വാസത്തിൻ്റെ രഹസ്യമാണ്. ഈശോയുടെ കുരിശു മരണം വിശ്വാസത്തിൻ്റെ രഹസ്യമാണ്. ഈശോയുടെ ഉത്ഥാനം വിശ്വാസത്തിൻ്റെ രഹസ്യമാണ്. ഈശോയുടെ സ്വർഗാരോഹണം വിശ്വാസത്തിൻ്റെ രഹസ്യമാണ്. ഇതെല്ലാമാണ് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കുന്നത്. അപ്പം വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ
ആചരിക്കുന്നത്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം വിശുദ്ധ കുർബാന എനിക്ക് ഇതുവരെ അനുഭവമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ വിശ്വാസത്തിൽ വളർന്നിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ വിശ്വാസം എത്രത്തോളം എൻ്റെ ഹൃദയത്തിൽ ഉജ്ജ്വലിക്കുന്നുവോ അതിനനുസരിച്ച് എനിക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന. നാളെ നമ്മൾ ദുരാന തിരുനാൾ, തോമാശ്ലീഹയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശ്വാസം, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ആ വക്ഷസിൽ തൊട്ട് കൈവിരലിട്ട് ഇത് കർത്താവാണെന്ന്, മിശിഹായാണെന്ന്, രക്ഷകനാണെന്ന്, ഉത്തിതനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസം പ്രഖ്യാപിച്ച തോമാശ്ലീഹായോട് ചേർന്ന് നമുക്കും നമ്മുടെ വിശ്വാസം ഏറ്റുപറയണമെങ്കിൽ നമ്മുടെ വിശ്വാസം എവിടെ നിന്ന് രൂപപ്പെട്ടു വരണം? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് രൂപപ്പെട്ടു വരണം. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും പൗലോസ്ലീഹ ചോദിക്കുന്നുണ്ടല്ലോ, പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? അതാ ചോദിക്കുന്നത്. അപ്പം പ്രസംഗകൻ വേണം എന്ന് പറയുമ്പോൾ കേൾക്കണം. കേൾക്കണം. എന്ത് കേൾക്കണം? ലോകത്തിൻ്റെ വാക്കുകളല്ല കേൾക്കേണ്ടത്, വചനമാണ്. ഞാൻ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാറുണ്ട്, എൻ്റെ അടുത്ത് വരുമ്പം പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എത്ര നാളായി ശുശ്രൂഷയ്ക്ക് വരാൻ തുടങ്ങിയിട്ട്? അപ്പോൾ ചിലർ ഒത്തിരി വലിയ ആഴ്ചകളൊക്കെ പറയും. അപ്പം ഞാൻ ചോദിച്ചു, ഒരാഴ്ച പോലും വരാതിരിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഒന്ന് വരാമെന്നോർത്താണ് വരാൻ തുടങ്ങിയത്, പക്ഷേ വരാതിരിക്കാൻ പറ്റുന്നില്ല. എന്താണ് കാരണം? പിതാവിനാൽ നമ്മൾ ആകർഷിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെട്ടു. അപ്പോൾ ആ വചനം കിട്ടുമ്പോൾ നമ്മൾ ഓടിപ്പോകും, അത് നമ്മൾ പാനം ചെയ്യും, അത് നമ്മൾ ഭക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വചന ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ ഓർക്കും നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ശുശ്രൂഷകൻ എന്ത് ചെയ്യുന്നു? വചനലേഖനം വായിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? പാട്ടുകാർ പാട്ട് പാടുന്നു, അല്ലേ? ആ വചന അച്ഛൻ സുവിശേഷവുമായി വരുന്നതിന് മുമ്പ് പാടുന്ന പാട്ട് ഏതാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ആ ഹല്ലേലൂയ പാടുന്നതിൻ്റെ ആ നിമിഷത്തിലെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ ജ്വലനം എന്താണ്? ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ സകല വൃന്ദം മാലാഖമാരോടും ചേർന്ന് നമ്മൾ ആർത്ത് പാടി സന്തോഷിച്ച് മനസ്സിൽ നിന്ന് എല്ലാ ദുഃഖങ്ങളും കെട്ടുപാടുകളും എടുത്തു കളഞ്ഞ് ഈശോയെ അനവരതം സ്തുതിക്കുക. അതാണ് ഹല്ലേലൂയ പാടുന്ന ആ സമയത്ത്. എന്നിട്ട് നമ്മളിങ്ങനെ ശ്രദ്ധയോടെ നിൽക്കുവാണ്. വചനം, കർത്താവിൻ്റെ വാക്കുകളാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് ഹൃദയത്തിലേക്ക് അങ്ങ് എടുത്തുക്കുമല്ലേ? ആണോ? നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ പറഞ്ഞാലോ നമ്മൾ മൈൻഡ് ചെയ്യല, നമ്മളത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നില്ല. അതാണ് പ്രത്യേകത. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആൾ ഈശോയാണ്. അപ്പം ഈശോയുടെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം രണ്ട് തരത്തിലുണ്ട്. വചനത്തെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. എങ്ങനെയൊക്കെയാ? ഒന്ന് ലോഗോസ് എന്ന് പറയും, ലോഗോസ്. രണ്ട് റേമ എന്ന് പറഞ്ഞാൽ, ഞാനിത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള എങ്കിലും പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുകയാണ്. ഈ ലോഗോസ് എന്ന് പറയുന്നത് എന്താണ്? ഈ എഴുതപ്പെട്ട വചനം മുഴുവനും. ബൈബിളിൽ എത്ര പുസ്തകമുണ്ട്? 3 പുസ്തകങ്ങളുണ്ട്. എത്രയെണ്ണോ? പഴയ നിയമം 46, പുതിയ നിയമമോ 27. ഈ പഴയ നിയമം ഹീബ്രു ഭാഷയിൽ എഴുതിയതാണ്, ഹീബ്രു ഭാഷയിൽ. പുതിയ നിയമമോ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയതാണ്, ഗ്രീക്ക് ഭാഷയിൽ എഴുതുക. അതായത് 450 പരം ഭാഷയിൽ ബൈബിൾ എഴുതപ്പെട്ടിട്ടുണ്ട്, ബൈബിൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വചനം എന്ന് പറയുന്നത് ഇത് ലോഗോസാണ്. ഇത് എല്ലാവർക്കും വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതാണ് ലോഗോസ്. ഇതിനകത്ത് വേറെ ഒരു ഭാഗമുണ്ട്. എന്താണത്? റേമ. റേമ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഈ ലോഗോസ് റേമയായി മാറുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വചനം എന്നെ സ്വാധീനിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഈ ബൈബിള് തുറക്കുമ്പം, ഈ ബൈബിള് തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വചനം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്കത് അനുഭവപ്പെടുകയും അതേ വിശ്വാസത്തോടെ നമ്മളത് കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ലോഗോസ് റേമയായി മാറുന്നത്. അങ്ങനെ ലോഗോസ് റേമയായി മാറിയാലേ എൻ്റെ ജീവിതത്തിനത് അഭിഷേകവും കൃപയുമായി മാറുകയുള്ളൂ. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താ പറഞ്ഞു? കുടുംബ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണമെന്നാണ് പറഞ്ഞത്? കുടുംബ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്?
ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ അപ്പസ്തോലിക രേഖയിലൂടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, കുടുംബ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം. ഹല്ലേലൂയ. ഇനി ആര് ചോദിച്ചാലും ഉറക്കെ വിളിച്ച് പറയണം, കുടുംബ ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം, അടിത്തറ എന്തായിരിക്കണം? വിശുദ്ധ ഗ്രന്ഥം. സന്യാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം? വിശുദ്ധ ഗ്രന്ഥം. ഈ ബൈബിളിലെ ക്രിസ്തുവിനെ അനുകരിക്കാനാണ് ഞാനും നിങ്ങളും ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നത്, അല്ലേ? അപ്പം ഈ വിശുദ്ധ ഗ്രന്ഥമായിരിക്കണം നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ വചനം, എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. എന്നിട്ട് പറയുന്നു, ആഴത്തിൽ കുഴിച്ച പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ. എന്നിട്ടോ, വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു, എന്നാൽ ആ വീടിനെ തകർക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരിക്കുന്നു. പല കുടുംബജീവിതവും തകരുന്ന നിമിഷങ്ങളിൽ, തകർന്നുകൊണ്ടിരിക്കുന്ന നിമിഷമുണ്ടല്ലോ, പൊട്ടിപ്പാളിഷാകുന്നൊരു നിമിഷമുണ്ടല്ലോ, ഡൈവേഴ്സൊക്കെ അങ്ങ് നടക്കാൻ പോകുന്നൊരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാനും കൗൺസിലിങ്ങിന് വേണ്ടിയൊക്കെ വരുമ്പോഴേ ഞാൻ ഇവരോട് ചോദിക്കാവുന്ന കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനങ്ങളൊക്കെ ഒന്ന് പറയാവോ? ഒരു ഭാര്യ അനുവർത്തിക്കേണ്ട ദൈവവചനങ്ങൾ, ഒരു ഭർത്താവ് അനുസരിക്കേണ്ട തിരുവചനങ്ങൾ, ഒരു കുടുംബ ജീവിതത്തിൽ എപ്പോഴും മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട വിശുദ്ധ ഗ്രന്ഥം ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ വചനം പോലും അറിയത്തില്ല. ഇതാ നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഭാര്യയോട് ക്ഷമിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, ഞാൻ എൻ്റെ ഭാര്യയെ മനസ്സിലാക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന എവിടുന്നാ? വചനത്തിൽ നിന്നാ, വചനത്തിൽ നിന്നാ. അപ്പം വചനം വായിക്കുന്ന ഒരു ശീലം, വചനം വായിക്കുകയല്ല, ഞാൻ പറയുന്ന വചനം നമ്മൾ വായിക്കുകയല്ല, വചനം തിന്നുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്ഷണം മുമ്പിൽ വെച്ചിട്ട് കണ്ടിട്ട് പോവുകയാണോ? കണ്ടു കഴിഞ്ഞാൽ വിശപ്പ് പോവുമോ? അതെന്ത് ചെയ്യണം? അതെൻ്റേതാക്കണം. വേറെ ആരും എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് അതെന്ത് ചെയ്യണം? അത് ഭക്ഷിക്കണം. ഇതുപോലെ വചനം ഭക്ഷിക്കാത്തതാണ് എൻ്റെ വിശപ്പ് ശമിക്കാത്തത്. വചനം ഭക്ഷിക്കാത്തവൻ്റെ വിശപ്പ് ഒരിക്കലും ശമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് വിശപ്പ്? ഈ ജഡത്തിൻ്റെ വിശപ്പ്. വചനം ഭക്ഷിച്ചവന് ജഡത്തിന് വിശപ്പില്ല, പിന്നെ അവൻ്റെ വിശപ്പ് മുഴുവൻ ആത്മീയമാണ്. ഈ വചനം ഭക്ഷിക്കാത്തവൻ എപ്പോഴും വിശപ്പനുഭവിക്കുന്നവനാണ്. അവൻ്റെ ജഡത്തിൻ്റെ വിശപ്പ് ആർക്കും ശമിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ സമരയക്കാരി സ്ത്രീയോട് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? നീ കുടിക്കുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ഇനിയും ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല. ഹല്ലേലൂയ. ഈശോ തരുന്ന, നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കുന്ന, നമ്മുടെ വിശപ്പിനെ അടക്കുന്ന ഈശോ തരുന്ന ഭക്ഷണമാണ് നമ്മുടെ ഈശോയുടെ വചനം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കിയേ. എല്ലാ ദിവസവും നിങ്ങൾ വചനം തിന്നാൻ തുടങ്ങിക്കേ. നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്ര സമയം എടുക്കും? രാവിലത്തെ കാപ്പിയെ അത് കഴിക്കാൻ എത്ര സമയം എടുക്കും? 10-15 മിനിറ്റ് എടുക്കുകയല്ലേ? എടുക്കുമോ? എടുക്കും. ഉച്ചയ്ക്ക് ചോറുണ്ണാനോ, ലഞ്ച് 10-25 മിനിറ്റ് എടുക്കുകയല്ലേ? ഡിന്നറിനോ, അത്താഴം അങ്ങനെ തന്നെയല്ലേ? അല്ലേ? അപ്പോൾ ഒരു ദിവസം ഈ ജഡത്തിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഈ ജഡത്തിനാവശ്യമായ ഭക്ഷണം തിന്നാൻ വേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? ഒരു 1.5 മണിക്കൂറെങ്കിലും ചെലവഴിക്കുന്നുണ്ട്. അത് ആ സമയങ്ങളിൽ ഒരു കുറവും വരാതെ, നല്ലതല്ലെങ്കിൽ അതിന് കുറ്റവും പറഞ്ഞ്, നല്ലതാണെങ്കിൽ അത് എൻജോയ് ചെയ്ത് നമ്മളത് ഭക്ഷിക്കുന്നുണ്ട്. പക്ഷേ നാം ജഡത്തിനാണോ ആത്മാവിനാണോ വില കൽപ്പിക്കുന്നത്? ഈ 1.5 മണിക്കൂർ സമയം ഒരു ദിവസം ഭക്ഷണം കഴിച്ച് എൻ്റെ ജഡത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുമ്പോൾ, എൻ്റെ ആത്മാവിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു 15 മിനിറ്റ് പോലും മാറ്റി വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മീയ ജീവിതത്തിന് എന്തെങ്കിലും ഒരാഴം ഉണ്ടോ? ഇല്ല.
പ്രിയപ്പെട്ടവരെ, ആ സമരക്കാരി സ്ത്രീ ഈശോയുടെ വചനത്തെ, വചനമാകുന്ന ഈശോയെ കണ്ടുമുട്ടുന്നത് വരെ അവളുടെ വിശപ്പ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അല്ലേ? അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന പറഞ്ഞത്. അവള് ജഡത്തിന്റെ വിശപ്പോടെ ഓടി നടന്നവളാ. ഇന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് വിശുദ്ധ കുർബാനയിൽ വൈദികർ തരുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ വിശുദ്ധവും ഞായറാഴ്ച പോലും ഒരു വചനം പങ്കുവെച്ചാൽ വൈദികരെ ശരിയാക്കും അല്ലേ? സമയം പോകാൻ പാടില്ല. നമ്മളിങ്ങനെ വായിച്ച് നോക്കിയിരിക്കുക, എത്ര സമയം വചനം പങ്കുവെച്ചു, എത്ര സമയം പങ്കുവെച്ചു. 7 മിനിറ്റിലപ്പുറം പോയോ, 8 മിനിറ്റിന് ഇപ്പുറം പോയോ? അതാണ് നമ്മുടെ കണക്കൊണ്ട് അവർ പേടിച്ച് പറിച്ചെന്ന് അവർ വചനം പറയുന്നത്. ഈ ദാഹാർത്തരായി വിശപ്പോടെ വചനത്തിന് വേണ്ടി, വചനം കിട്ടാൻ വേണ്ടി നമ്മൾ ബലിപീഠത്തിനരികിലേക്ക് ചെന്നാൽ ഏത് വൈദികരാ നമുക്കൊരു വചനം തരാതെ വിടുന്നത്? വിടിയല. ഏതെങ്കിലും ഇടവപ്പള്ളിയിൽ വചനം തരുന്നില്ലെങ്കിൽ ഓർത്തോ, നമുക്ക് ആ വചനം സ്വീകരിക്കാൻ നമ്മൾ ഒരുക്കമില്ലാത്തവരായതുകൊണ്ടാണ്. ചിലപ്പം ചില പള്ളികളിലൊക്കെ പോയി വിശുദ്ധ കുർബാനയ്ക്ക് നമുക്ക് നിൽക്കുമ്പോഴത്തേക്ക് ആ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് അന്നത്തെ വിശുദ്ധ കുർബാനയുടെ ഭാഗത്തുനിന്ന് ഒരു സന്ദേശം അച്ഛൻ പറയും അല്ലേ? അത് അന്നത്തെ ദിവസത്തേക്ക് മുഴുവനുള്ള തിരുവട്ടമായിരിക്കും നമുക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവവചനം തിന്നും കുടിച്ചും നമ്മുടെ ആത്മാവ് വളരുന്നതനുസരിച്ച്, ആത്മീയ ജീവിതം വളരുന്നതനുസരിച്ച് ഈ ജഡത്തിൻ്റെ ആസക്തികളിൽ നമ്മൾക്ക് വിടുതൽ നേടാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, നമുക്ക് വിജയം വരിക്കാൻ പറ്റാത്ത, നമ്മളെ അടിമപ്പെടുത്തിയിട്ടിരിക്കുന്ന ജഡത്തിൻ്റെ ചില ദുരാശകളും ആസക്തികളും പാപവാസനകളും ജഡിക വാസനകളും നമുക്കില്ലേ? നമുക്കുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്നില്ലേ ഇതിൽ നിന്നെല്ലാമുള്ള വിടുതലും സൗഖ്യവും വിശുദ്ധ കുർബാനയിലുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലേ? ഉണ്ടോ? ഏത് തിന്മയ്ക്കും വിശുദ്ധ കുർബാന പരിഹാരമാണെന്നും ഏത് ബന്ധന അവസ്ഥകളിൽ നിന്നും വിശുദ്ധ കുർബാന നമ്മളെ മോചിപ്പിക്കുമെന്നും വിശ്വസിക്കുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് സംഭവിക്കുന്നത്? വചനമാകുന്ന ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്. വചനത്തിൽ പറയുകയാണ്, മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ. ആര്? എന്നാൽ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു. എന്താണ് ഈ ജലപ്രവാഹം എന്ന് പറയുന്നത്? ഉടനെ അത് നിലം പതിച്ചു. ജലപ്രവാഹം എന്താ? നമ്മുടെ ജീവിത പ്രശ്നങ്ങളാണ്, ജീവിതത്തിലെ സഹനങ്ങളാണ്, വേദനകളാണ്, നൊമ്പരങ്ങളാണ് ഈ ജലപ്രവാഹം. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ മേൽ വന്ന് ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ തകർന്ന് നിലം പതിച്ച് പോകാതിരിക്കണമെങ്കിൽ ഉറപ്പുള്ള തറമേൽ ഭവനം പണിയാണ്. ഈ ഉറപ്പുള്ള തറ ഏതാ? കർത്താവിൻ്റെ വചനമാണ്. വചനത്തിലൂടെ കിട്ടിയ വിശ്വാസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. ഏത് വീടിൻ്റെ? ഓരോരുത്തരും അവനവൻ്റെ വീടിനെ നോക്കി പറയുക, എന്ന് ദൈവവചനം ഞാൻ ഉപേക്ഷിച്ചോ, ദൈവവചന വായന ഞാൻ ഉപേക്ഷിച്ചോ, ദൈവവചന പ്രസംഗങ്ങൾ കേൾക്കുന്ന ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ നിങ്ങൾക്ക് കിട്ടാവുന്ന മഹാവലിയ സൗഭാഗ്യമാണ്. ഇങ്ങനെ ഒരു ശുശ്രൂഷ ആഴ്ചയിൽ ഒരിക്കൽ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ വചനം കേൾക്കാനും ആ വചനം ധ്യാനിക്കാനും അത് ഹൃദയത്തിൽ സ്വീകരിക്കാനും ആ കേട്ട വചനത്തിനനുസരിച്ച് ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തി നല്ല മനോഭാവങ്ങൾ സൃഷ്ടിച്ച് നല്ല ജീവിത ശൈലി സൃഷ്ടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഹല്ലേലൂയ. ഇനി റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായത്തിലൊരു വചനമുണ്ട്. 13-ാം അധ്യായം 11 മുതൽ. പ്രിയപ്പെട്ടവരെ, വചനം സ്വാധീനിച്ചപ്പോഴാണ്, വചനം ഒരമ്പ് പോലെ, ഒരു ബോംബ് പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് സ്ഫോടനം ചെയ്യപ്പെട്ടപ്പോഴാണ്. ബോംബ് പൊട്ടി, ബോംബിൻ്റെ സ്ഫോടനം ഉണ്ടായി നമ്മൾ പറയല്ലേ. ഇതുപോലെ വചനമാകുന്ന ബോംബ് എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് പൊട്ടി വീഴുമ്പോഴാണ് എൻ്റെ ഹൃദയത്തിലെ തിന്മകളെല്ലാം കത്തിച്ചാമ്പലായി പോകുന്നു. അങ്ങനെയാണ് വിശുദ്ധരൊക്കെ സഭയിലുണ്ടായത്. ഒന്ന് വായിച്ചേ, റോമ 13-11 മുതൽ. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. ഈ സമയത്തിന് പറയുന്ന പ്രത്യേകത എന്താ?
ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? നിങ്ങൾ ഉറങ്ങിക്കഴിയേണ്ട സമയമല്ല. കാലത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ നിദ്രയിലായിരിക്കേണ്ട സമയമല്ല, പിന്നെയോ നിദ്ര വിട്ട് ഉണരേണ്ട സമയമാണല്ലോ. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മളാരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രിയുടെ പ്രത്യേകത എന്താ? അന്ധകാരം, തിന്മയുടെ വിജയം, ഉറക്കം, അലസത, അതൊക്കെ ജഡത്തിൻ്റെ ആസക്തികളാണ്. ഈ രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്രയോ സമയമാണ് ചിലരൊക്കെ രാത്രിയിൽ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കും. എന്താണെന്നറിയാമോ? അവർ ജഡത്തിൻ്റെ വിശപ്പ് ശമിച്ചവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ വിശപ്പാൽ വ്യാപരിക്കുന്നവരായി ഈ ജാഗരണ പ്രാർത്ഥനയൊക്കെ നടത്താൻ കൃപ കിട്ടിയവർക്ക്. ജഡത്തിൻ്റെ ആസക്തി എന്ന് പറഞ്ഞാൽ ഉറക്കം, അലസമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക, ഇതൊക്കെയാണ് ജഡത്തിൻ്റെ ആസക്തികൾ. എന്നാൽ അതിനെ അതിജീവിച്ചു വചനത്തിൻ്റെ ശക്തിയാൽ അതിനെ അതിജീവിച്ചു. ഹല്ലേലൂയ. രാത്രി കഴിയാറായി, പകൽ സ്തംഭിച്ചിരിക്കുന്നു. ആകയാൽ നമ്മൾ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മധ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാശക്തിയിലോ കലഹങ്ങളിലോ അസൂയയിൽ വ്യാപരിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന തിന്മകളുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട തിന്മകളില്ലേ, ഈ തിന്മകളെല്ലാം നമ്മുടെ കുടുംബത്തിൽ നിന്ന്, വ്യക്തി ജീവിതത്തിൽ നിന്ന് നിർവീര്യമാക്കപ്പെടുന്നത് ഈ വചനം തിന്ന് 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 ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനൊരു വളർച്ച, ആത്മീയ ജീവിതത്തിലൊരു വളർച്ച, അതാണ് വിശുദ്ധരേഖ. ഈ വചനം സ്വാധീനിച്ചത് ഏത് വിശുദ്ധനെയാണെന്ന് പറയാമോ? വിശുദ്ധ അഗസ്തീനോസിനെ സ്വാധീനിച്ച വചനമാണിത്. ഇനി വിശുദ്ധ അഗസ്തീനോസിനെ ഈ വചനം സ്വാധീനിച്ചു. അതുവഴി വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? പാവത്തിൻ്റെ, തിന്മയുടെ അടിമത്തത്തിൽ കഴിഞ്ഞ ഒരു ജീവിതമായിരുന്നു. അപ്പം അതിൽ നിന്നെല്ലാം നമ്മളെ വിശുദ്ധീകരിച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വിശുദ്ധ കുർബാനയുടെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ കണ്ടത്. ആദ്യത്തേത് എന്തായിരുന്നു? ആമുഖ ശുശ്രൂഷ. അത് നമ്മൾ 2 പ്രാവശ്യം ആമുഖ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് ഞാൻ ഇന്നും ആവർത്തിച്ചാൽ നമുക്ക് രണ്ടാമത്തെ ഭാഗമായ വചന ശുശ്രൂഷയിലേക്ക് കിടക്കാനായിട്ട് സാധിക്കുകയില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടേ ഇല്ല. പക്ഷെ നിങ്ങളത് ഓർക്കുക. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് വചന ശുശ്രൂഷ, വിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയിൽ നമ്മൾ എങ്ങനെയാണ് പങ്കുകാരാകേണ്ടത്.